പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറം കവിത ജീവിതം തന്നെയായി മാറേണ്ടതുണ്ടെന്ന് മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എം. ഭരതൻ മടപ്പള്ളി ഓർമ്മയുടെ കവിതാ സമാഹാരത്തിന്റെ കവർ പുറത്തിറക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മടപ്പള്ളി കാവ്യോർമ്മ എന്ന പേരിൽ മടപ്പള്ളി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മടപ്പള്ളി ഓർമ്മ പ്രസിദ്ധീകരിക്കുന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രവാസിയുമായ ശശി കൃഷ്ണനാണ് കവർ രൂപകൽപ്പന ചെയ്തത്. മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ.എം. ഭരതൻ പ്രകാശനം നിർവഹിച്ചു. പുസ്തകത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നതിനുമപ്പുറം കവിത ജീവിതം തന്നെയായി മാറേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോ അങ്ങനെ അദ്ദേഹം എഴുതുന്നത് പോലെ എല്ലാവർക്കും എഴുതാൻ ഉണ്ടാവുകയില്ല. കാരണം ബഷീറിന്റെ അനുഭവങ്ങളാണ് ബഷീറിനെ നിർമ്മിച്ചിട്ടുള്ളത്, ബഷീറിന്റെ കാലമാണ് ബഷീറിനെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാലത്തും ഒരു ബഷീറിനെ ഇക്കാലത്ത് അങ്ങനെ ഒരാളെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇക്കാലത്ത് ഒരു മനുഷ്യൻ. മടപ്പള്ളി ഓർമ്മയുടെ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു. മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് മലയാള വിഭാഗം തലവൻ എ.പി. ശശിധരൻ, സ്റ്റുഡന്റ് എഡിറ്റർ പ്രണവ് മോഹൻ, ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി, ഗോപി നാരായണൻ, ഒ.കെ. ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിലെ പായൽ പബ്ലിക്കേഷൻസ് ആണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ജൂൺ ആദ്യവാരം കവിതാ സമാഹാരം പുറത്തിറങ്ങും. ന്യൂസ് ബ്യൂറോ, വടകര. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും